നമസ്കാരം. ഞാൻ കുടുംബത്തോടൊപ്പം ബഹ്റൈനിലാണ് താമസിക്കുന്നത്. വർഷത്തിൽ നാട്ടിൽ വരും. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ മുടങ്ങാതെ പോകാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായൊരു ചെറിയൊരു അനുഭവം പറയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി. അന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമായത് കാരണം ക്യൂ ഒക്കെ നിന്ന് ഭഗവാന്റെ തിരുമുമ്പിലെത്തി. ശരിക്കും അങ്ങ് കാണാൻ പറ്റിയില്ല. കാരണം തിരക്ക് കാരണം പെട്ടെന്ന് ക്യൂ മുന്നോട്ടേക്ക് നീങ്ങി. അപ്പം പുറകെ പോയി നമസ്കരിച്ചപ്പം മനസ്സിൽ വല്ലാത്ത വിഷമമായി. ഭഗവാനെ ഒന്ന് കണ്ണ് നിറച്ച്, എത്ര ദൂരെ നിന്ന് വരുന്ന, ഒന്ന് കണ്ണ് നിറച്ച് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ അടുത്ത വർഷം ആണ്ടേ വരണമെങ്കിൽ എന്നൊരു വിഷമമുണ്ടായി. അങ്ങനെ വിഷമിച്ച് ഞാൻ പുറത്തിറങ്ങി അവിടെ നിന്ന് നാമം ജപിക്കാൻ തുടങ്ങി. അപ്പം മനസ്സിൽ ഓർമ്മ വന്നത്, ഭഗവാൻ ഒരു മോതിരം സമർപ്പിക്കാമെന്നൊരു വഴിപാടുണ്ടായി. കുറേ മുമ്പേ പറഞ്ഞതാണ്, ഇപ്പോഴാണത് ഓർത്തത്. എൻ്റെ കൈയിൻ്റെ കുഞ്ഞു ചെറു വിരലിൻ്റെ മേലെ ഒരു മോതിരമുണ്ട്. അപ്പം ഇത് സമർപ്പിച്ചാലോ എന്ന്. പിന്നെ പല പല ചിന്തകളായി മനസ്സിൽ. അണിഞ്ഞ ആഭരണങ്ങൾ സമർപ്പിക്കാൻ പാടുണ്ടോ, അത് ഭഗവാൻ സ്വീകരിക്കുമോ, മോതിരം വെച്ചാൽ വളരെ കനം കുറഞ്ഞൊരു ചെറിയ മോതിര, അത് പറ്റുമെന്നൊക്കെ. എന്തായാലും നാളെ രാവിലെ തൊഴാൻ വരുമ്പോൾ തിരുമേനീൻ്റെ അടുത്ത് ചോദിക്കാം. അഥവാ അങ്ങനെ പറ്റില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തിരുമേനിയിലൂടെ എനിക്ക് ഉത്തരം തരും. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇതുപോലെ തന്നെ ഭഗവാനെ കണ്ടു, പ്രാർത്ഥിച്ചു. തിരുമേനി മേൽശാന്തി തിരുമേനി ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന് പ്രസാദം കൊടുക്കണ്ടായി. അപ്പോൾ പേടിച്ച് ഞാൻ ചോദിച്ചു, തിരുമേനി എനിക്കൊരു മോതിരം സമർപ്പിക്കാനുണ്ടല്ലോ, സമർപ്പിക്കാൻ പറ്റുമെന്ന്. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ സമർപ്പിക്കുന്നതിന്, എന്താ കൊണ്ടുവന്നിട്ടുണ്ടോ മോതിരം? ഞാൻ പറഞ്ഞു, ഉണ്ട്, എൻ്റെ കൈയിൻ്റെ വിരലമ്മയിലുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഊരി തരൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഊരി കൊടുത്തു. അദ്ദേഹം വെള്ളമൊക്കെ കുടഞ്ഞ് അത് ശുദ്ധാക്കി എൻ്റെ അടുത്ത് പറഞ്ഞു, വരൂ, പെട്ടെന്ന് വരൂ, പന്തിരടിക്ക് നട അടയ്ക്കേണ്ട സമയമായി, ഭക്തജനങ്ങളൊക്കെ പുറത്തേക്ക് പോയി, പെട്ടെന്ന് വരും, എൻ്റെ കൂടെ വരും. അങ്ങനെ ഞാൻ ഓടി ഭഗവാന്റെ തിരുമുമ്പ് പോയി നിന്നു. പഠിക്കൽ അവിടെ പോയി നിന്നു. തിരുമേനി പറഞ്ഞു, ഞാൻ അണിയിക്കുന്നത് കണ്ടോ, നല്ലോണം മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചോന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞാൻ ഭഗവാന്റെ മുമ്പിൽ കണ്ടു. കാരണം ഒരു ഭക്തജനങ്ങളൊന്നും ഇല്ല. കാരണം എല്ലാവരും പുറത്ത്, പന്തിരടിച്ച സമയം, പൂജയായ സമയത്ത് തന്നെ എല്ലാവരും പുറത്തേക്കല്ലേ പോയത്. കാരണം ഞാനും തിരുമേനിയും ഗുരുവായൂരപ്പനും മാത്രം, പിന്നെ കുറച്ച് അവിടുത്തെ ആൾക്കാരും. കണ്ണ് നിറച്ച് ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു. കുഞ്ഞു വിരലമ്പിൽ തിരുമേനി അത് ആനയിച്ചു. അപ്പോൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ശരിക്കും ഭഗവാൻ കേൾക്കും എന്നുള്ളതിന് വലിയൊരു ഉത്തരവാദ. ഞാൻ മനസ്സ് ഭഗവാനെ ഒന്ന് കാണാൻ, കണ്ണ് നിറച്ച് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം അന്നത്തെ ദിവസം ഭഗവാൻ